ചേർത്തല താലൂക്ക് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ സൂചനാ പണിമുടക്കും വില്ലേജ് ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചു. കയർപിരി തൊഴിലാളികളുടെ കൂലി കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക, കയർ ഫാക്ടറി മേഖലയിൽ IRC തീരുമാനം നടപ്പിലാക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക, ചകിരി കയർക്ഷാമം പരിഹരിക്കുന്നതിന് കയർഫെഡ് മുഖേന നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചേർത്തല വടക്ക് വില്ലേജ് ഓഫീസിന് മുൻവശം സമരം സംഘടിപ്പിച്ചത്. NR ബാബുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് AS സാബു അധ്യക്ഷത വഹിച്ചു. P സുരേന്ദ്രൻ സ്വാഗതവും O ശ്രീധരൻ നന്ദിയും പറഞ്ഞു. സുരേശ്വരി ഘോഷ്, G ബാഹുലയൻ, രത്നവല്ലി K, പൊന്നപ്പൻ, സനീഷ് S, PV ശശി, സുഭാഷ് S എന്നിവർ പ്രസംഗിച്ചു. ചർച്ചകൾക്ക് ഗവൺമെന്റ് മെമ്മോറാണ്ടം കൊടുക്കുകയും ഈ വസ്തുതകളെല്ലാം യാഥാർത്ഥ്യമായ കണക്കുകളെല്ലാം വെച്ചിട്ട് മന്ത്രിയുമായി, കയർ ഡയറക്ടറുമായി, കയർ ബോർഡുമായി ഒക്കെ വിവിധ തരത്തിലുള്ള ചർച്ച കഴിഞ്ഞ 6 മാസങ്ങളിൽ ചെയ്തു. കയർ വർക്കേഴ്സിന്റെ കയർ ബോർഡിന്റെ അവഗണന അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് എറണാകുളം കയർ ബോർഡ് ഓഫീസിലേക്ക് നമ്മൾ മാർച്ചും ധർണയും നടത്തി. അതിനുശേഷം കലവൂരിലെ കയർ ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണ നടത്തി. ഈ മുദ്രാവാക്യങ്ങളെല്ലാം വെച്ചൊരു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. എല്ലാ കയർ മേഖലയും തൊഴിലാളികളുടെ കൺവെൻഷനും സമരപ്രഖ്യാപന കൺവെൻഷനും കൂടി സംസ്ഥാന ഗവൺമെന്റ് പരിഗണിക്കേണ്ട 90% കാര്യങ്ങളും പരിഹരിക്കുകയും ബാക്കി പരിഹാരത്തിന് വേണ്ടി വിദഗ്ധ സമിതി ഇടയ്ക്ക് വെച്ച് 6-1 നടത്തുന്നതാണ്. ഈ ഓണത്തെ നിങ്ങൾക്കറിയാം, ക്ഷേമനിധി ബോർഡിലും കയർ രംഗത്തും നിൽക്കുന്ന കയർ തൊഴിലാളിക്ക് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായ ഒരു പരിഭവപ്പെടക്കും, അത് കേന്ദ്രഗവൺമെന്റ് ഉണ്ടാക്കിയ സാമ്പത്തിക ഉപരോധം കൊണ്ടാണെങ്കിൽ പോലും എല്ലാ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. ഇത്ര പരിഭവം, വിഷമവും പ്രതിഷേധമൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് ഉത്തരവാദിത്തം വൈകുന്നേരമായപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട, അവരെ ചെയ്തേ പറ്റൂ എന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമുണ്ടായി. ഈ മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 1 തീയതിയുള്ള സാമ്പത്തിക വർഷം ഇതിപ്പോ ഡിസംബറാണ്. കയറോട് ആകെ ചെലവഴിച്ചത് 50 കോടി 34 ലക്ഷം രൂപയാണ് കയറോട് ഈ സാമ്പത്തിക വർഷം ആകെ കേരള ഗവൺമെന്റ് ചെലവഴിച്ചത്. അതിൽ 49 കോടി 44 ലക്ഷവും ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്തം വൈകുന്നേരമായപ്പോൾ കയർ തൊഴിലാളികളുടെ കയർ സംഘങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും. ഈ കയർ തൊഴിലാളിയെ കുടിശ്ശിയുള്ളത്, കയർ സംഘങ്ങൾക്ക് കുടിശ്ശിയുള്ളത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട MDA കുടിശ്ശികളാണ്.